ഏറെക്കാലത്തെ ഇടവേളയ്ക്കു ശേഷം പറശ്ശിനിക്കടവ് പാമ്പു വളർത്തു കേന്ദ്രം സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ തുറന്നു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ എന്ന് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 9 മാസക്കാലമായി അടച്ചിട്ട പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തു കേന്ദ്രം ബുധനാഴ്ച മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. മാസങ്ങളായി അടച്ചിട്ടതിനെ തുടർന്ന് സന്ദർശകർ ആരും എത്താത്തതിനാൽ ജീവികളുടെ ആവാസ വ്യവസ്ഥാ രീതിയിലടക്കം മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. സന്ദർശകരുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്നു ഇവിടുത്തെ ജീവികളെല്ലാം. അതിന് ഈ ലോക്ഡൌൺ കാലം മാറ്റം വരുത്തിയതായാണ് പാർക്ക് അധികൃതർ പറയുന്നത്. സന്ദർശകർ എത്തുന്നതോടെ ഘട്ടം ഘട്ടമായി മാത്രമേ ജീവികൾ സന്ദർശകരുമായി ഇടപഴകുവാനും സാധ്യതയുള്ളൂ. ലോക്ഡൌൺ കാലത്ത് വളരെ നല്ല രീതിയിലാണ് പാർക്ക് അധികൃതർ പരിചരിച്ചതും. പാർക്കിൽ ഇനി പ്രവേശനം പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്ന് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പറഞ്ഞു. കഴിഞ്ഞ 9 മാസങ്ങൾക്ക് ശേഷമാണ് സ്നേക് പാർക്ക് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കാലഘട്ടത്തിലും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥക്കനുസരിച്ചുള്ള സംരക്ഷണവും പരിരക്ഷയും ഞങ്ങൾക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ വന്യജീവികളുമായി സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം നമ്മുടെ ആളുകൾക്ക് ലഭിക്കുക. ഈ കോവിഡ് പ്രോട്ടോകോൾ വളരെ കർശനമായി പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസരം ഇവിടെ ഒരുക്കുന്നത്. എല്ലാ സന്ദർശകർക്കും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന ആദ്യ ദിനം തന്നെ നിരവധി പേരാണ് പാർക്ക് സന്ദർശിക്കാനായി എത്തിയതും. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം ആളുകളാണ് പാർക്ക് സന്ദർശിച്ചത്. സീൽ ന്യൂസ്, ധർമ്മശാല.